ഹലോ ഗൈസ്, നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ചെടീൻ്റെ ഒരു വീഡിയോ ആണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് പൂക്കളുണ്ട്, അല്ല ഇൻഡോർ ആയിട്ടുള്ളതും ഔട്ട്ഡോർ ആയിട്ടുള്ളതും എല്ലാ അഗ്ലോണിമകളും എല്ലാ വെറൈറ്റികളും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ പൂത്തുലഞ്ഞ് നിന്നിട്ടുണ്ട്. ഇതിൽ മുക്കാലും നമ്മൾ ചെറിയ കുഞ്ഞ് കഷ്ണങ്ങൾ കൊടുത്തതാണ്. ഈ ബിങ്ക ചെടി എന്നാണ് ഇവർ പറയൽ. നമ്മളിതിന് നിത്യ കല്യാണി എന്ന് പറയട്ടാം. ഇതിലെ കട്ടിങ്സ് മുക്കാലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ കട്ടിങ്സ് ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ ഇവരാണ് ഇത്ര അടിപൊളിയാക്കിയിട്ട് തന്നെ വളർത്തിയിട്ടുണ്ട്. ഇതിൽ ചില വെറൈറ്റികളൊക്കെ അവർ തന്നെ വേറെ ഇവിടുന്നൊക്കെ ശേഖരിച്ചതാണ് കേട്ടോ. കണ്ടില്ല, എല്ലാത്തിലും നല്ല നിറയെ പൂക്കളുണ്ട്. അത് ഇവർ കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ട് തന്നെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, എല്ലാ വെറൈറ്റികളും ഉണ്ട്. പറഞ്ഞ പോലെ ഒരു മുക്കാൽ വെറൈറ്റികളും ഉണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റാണ് കേട്ടോ. കാരണം ചിലത് എല്ലാം കൂടി ഒരേ സൈഡിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലാണ് അതിന് ഭംഗി കിട്ടുക. ഒന്ന് മാത്രം ഉണ്ടെങ്കിൽ അതിനൊരു ഭംഗി കിട്ടില്ല. പക്ഷേ ഇതിൽ വെറൈറ്റികൾ വൈറ്റും എല്ലാ കളറും ഒരു 10-12 വെറൈറ്റികളോളം ഇവിടെ ഉണ്ട്. പക്ഷേ വെറൈറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കുത്തും പുള്ളിക്കും മാറ്റം അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ജസ്റ്റ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാമെന്ന് കരുതി. നല്ല പൂക്കൾ വിരിഞ്ഞ് ഇരിക്കുന്ന ടൈമായപ്പോൾ അങ്ങനെ ഒരു ബൊഗൈൻവില്ലേൻ്റെ സീസണല്ലേ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ്. ബൊഗൈൻവില്ലയും വീഡിയോ വരുന്നുണ്ട്, കണ്ടില്ലേ, എല്ലാതും ഓരോരോ പൊട്ടിലായിട്ടുള്ളത്. ഇവിടെ ബൊഗൈൻവില്ലയും ഉണ്ട് കേട്ടോ. സാധാ നമ്മുടെ നോർമൽ വെറൈറ്റികളൊക്കെ തന്നെ ഉള്ളൂ, അല്ലാതെ ഹൈബ്രിഡ് കാര്യങ്ങളൊന്നും. ചിലത് തിന്മാറിന ഒരു വെറൈറ്റി ഉണ്ട്, പക്ഷേ അതൊരു മുകൾക്ക് മാറ്റിയതുകൊണ്ട് നമ്മൾ അവിടേക്കൊന്നും കയറാൻ വയ്യാന്നുള്ളൊരു മടിയിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇതൊരു തെങ്ങിൻ്റെ ചൂടാണ്. അവിടെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബൊഗൈൻവില്ല അത്യാവശ്യം കളറുകളും സൈസുകളും തോന്നുന്ന അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-20ഓളം വെറൈറ്റികളല്ല, കളക്ഷൻസ് തൈകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ ഫ്ലവറുള്ളത് മാത്രമാണ്. ഇത് നമ്മളെ ബൊക്കയിലുള്ള ഐറ്റംസാണ്. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ അടീനിയത്തിൻ്റെ കുഞ്ഞു തൈകൾ നമ്മളൊരു മുമ്പൊരു വീഡിയോയിൽ കാണിച്ചത് നമുക്ക് അടീനിയത്തിൻ്റെ വിത്ത് തന്നതെന്ന് അത് ഇവരാണ് കേട്ടോ നമുക്ക് തന്നതിൻ്റെ. അപ്പോൾ എല്ലാ ചെടികളും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാന്ന് കരുതി ഇവരുടെ അടുത്ത് അത്യാവശ്യം കുറേ തൈകൾ ഇപ്പോൾ ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ റോസ് എല്ലാ ഐറ്റംസും ഉണ്ട്. പറഞ്ഞ പോലെ പലർക്കും പല ചെടികളാണല്ലോ ഇഷ്ടം, അതുപോലെ എല്ലാവർക്കും പറ്റിയതും ഉണ്ടാവും ഇതിലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കണ്ടില്ല, നമ്മൾ അഗ്ലോണിമകളും ഇതിലൊക്കെ ഒന്ന് സെറ്റാക്കി ചെന്ന് കണ്ടില്ല, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ പേരുകൾ എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നു പോകുന്നത്. എല്ലാത്തിലും ഒരു കൈ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ട് ഇവർ തന്നെ വേണം കേട്ടോ. നമുക്കൊക്കെ എല്ലാതും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നും അറിയില്ല. ഓർക്കിഡ് ഉണ്ട്, ഓയ പ്ലാന്റ്, എല്ലാം കടലാസ് പൂ, അഗ്ലോണിമ. ഇത് നമ്മളെ ഒരു റയർ വെറൈറ്റിയിൽപ്പെട്ട അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു ചെടിയാണിത്. കണ്ടില്ലേ, കലാത്തിയയും അഗ്ലോണിമകളും എല്ലാ വെറൈറ്റി ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല, നമുക്ക് അത്രയ്ക്ക് ഉണ്ട് ഇവിടെ. ഞാൻ അധികം കണ്ടിട്ടുള്ളത് ചില ആൾക്കാർ നമ്മൾ അഗ്ലോണിമകൾ അത് മാത്രം, അല്ലെങ്കിൽ കലാത്തിയാണെങ്കിൽ കലാത്തിയ മാത്രം, അല്ലെങ്കിൽ ബൊഗൈൻവില്ല ആണെങ്കിൽ ഓരോന്നായിട്ടാണ് സെറ്റ്. ഇത് രണ്ടും നമ്മൾ കൊടുത്താണ്ട് മുമ്പ് ഒരു ചെറിയൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കേണ്ടത് നമ്മളെ സബ്സ്ക്രൈബറിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. കാരണം അത് നമ്മൾ കൊടുത്തതാണ്. കാരണം നമുക്കൊരു കണ്ടില്ല, വൈറ്റിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ പോയപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത്. വൈറ്റിന് ഒരു പ്രത്യേക ഭംഗിയാണ്, നല്ലൊരു ഭംഗി തന്നെ അതിന് തോന്നുന്നുണ്ട്. കാരണം ഒറ്റ വൈറ്റിൻ്റെ തെയ്യുള്ളൂ കേട്ടോ. അത് നല്ല സെറ്റാക്കി വെച്ചിട്ട് നമ്മളൊരു വീഡിയോ കണ്ടാണ് ഇവർ ഇങ്ങനെ ഹൈറ്റിൽ വളർത്തിയിട്ട് ഇങ്ങനെ ഫ്ലവർ വിരിയിച്ചാന്നുള്ളൊരു അങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എന്നൊക്കെ ഉണ്ട്. ഇത് ഹോയൻ്റെ ചെടിയാണ്. ഹോയ ഫ്ലവർ ഇട്ട് തന്നെ ഉണ്ട്. 2-3 ഐറ്റം ഉണ്ട്. അതിൽ 2 ഐറ്റം ഇപ്പോൾ ഫ്ലവർ ഇട്ടതുണ്ട്. പക്ഷേ നമ്മുടെ തലൻ്റെ മുകളിലൂടെ പോകുന്നതുകൊണ്ട് നമുക്കത് അല്ലാതെ കാണിച്ചു തരാൻ പറ്റില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടില്ല, എല്ലാ വെറൈറ്റികളും ഉണ്ട്. പറഞ്ഞ പോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടുള്ളതും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിലത്ത് വെച്ചൊന്ന് ഒരു ലെവലാക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. നല്ല ഭംഗി. ഇവരെ വീട് എനിക്ക് ജസ്റ്റ് ഇവിടുന്ന് വന്നാൽ എനിക്ക് പോരാൻ തോന്നില്ല കേട്ടോ. കാരണം അത്രയ്ക്കും ഭംഗിയാണ്. കണ്ടില്ല, ZZ പ്ലാന്റുകളൊക്കെ എല്ലാം എന്താണ് ഹോയാൽ വൈറ്റാണ്, ഒരു വൈറ്റ് മോഡലാണ്. നല്ല ഫ്ലവർ ഉണ്ട്. പക്ഷേ അവർ ഇതുണ്ടില്ല, ഇതല്ലൊരു വേറൊരു കളർ. ഇത് ശരിക്കും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം വെയിലങ്ങ് ഉദിച്ച് വരുന്നൊരു ലെവലായിരുന്നു. നല്ലൊരു പിങ്ക്, ഒരു റെഡ് കളർ, അങ്ങനെ ഒരു നമ്മൾ മുമ്പ് വരെ ഈ ചെടീൻ്റെ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്
ഇതൊക്കെ കണ്ടില്ല അത്രത്തോളം അടീനിയത്തിൻ്റെ തൈകളാണ്, കുഞ്ഞു കുഞ്ഞു തൈകളാണ് വെച്ചിട്ടുള്ളതെന്ന്. എല്ലാ ഐറ്റവും ഉണ്ട് പറഞ്ഞ പോലെ തന്നെ. ഇത് ഇൻഡോറാക്കി സെറ്റാക്കിയതാണ്, എല്ലാതും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ചെടി പറഞ്ഞാൽ ഒരു ക്രൈസാണ് പറഞ്ഞ പോലെയാണ്. ലഹരി അടിച്ചവർക്ക് നിർത്താൻ പറ്റില്ല പറഞ്ഞാൽ ചെടി ശേഖരിക്കണവർക്ക് അതൊരു ലഹരിയാണ്. പിന്നെ ഇത് തമ്മിൽ ഉണ്ടായതാണ് ഈ ഒരു ഫ്ലവറല്ലോ, നമുക്ക് ആദ്യമായിട്ട് ഇതൊന്നും വിട്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ല, ഇതൊരു വെറൈറ്റിയാണ്. ഇത് അത്യാവശ്യം ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒക്കെ ഓരോന്നോരോന്ന് സൈഡിലാക്കിയൊക്കെ സെറ്റാക്കി വെച്ചതാണ്. കാരണം അതിനൊരു ലെവലായിട്ട് വേണം നമുക്ക് ഫ്രണ്ടിലേക്ക് വെക്കാനെന്ന് കരുതിയിട്ടൊക്കെ കണ്ടില്ല. ഇതൊരു റയർ വെറൈറ്റിയാണ് കണ്ടില്ല. അത്യാവശ്യം നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ചെടി കാണാൻ. പേരുകളൊന്നും എനിക്ക് വലിയ അത്യാവശ്യം അടീനിയത്തിൻ്റെ ഇതാക്കണോ, ഫ്ലവർ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം അടീനിയത്തിനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫ്ലവറിങ്ങിൻ്റെ സീസണാണെന്നുണ്ട്. വൈറ്റ് ഇതിൻ്റെ ഇടയിലാണ്, ഇതിൻ്റെ ഇടയിൽ പല ചെടികളും ഫ്രൂട്ട്സ് തൈയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വെറൈറ്റി, ഇതൊരു ബാമ്പു ഓർക്കിഡ് പറഞ്ഞൊരു ഓർക്കിഡാണ് കേട്ടോ. പക്ഷേ ഫ്ലവറൊക്കെ കഴിഞ്ഞു പോയി, നമ്മൾ വരാൻ കുറച്ച് വൈകിയിട്ടുണ്ട്. എങ്കിലും ഉള്ള ഫ്ലവർ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. നല്ല ഭംഗിയില്ല, ഇനി മൊട്ടുകളും ഉണ്ട് കേട്ടോ. ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞു പോയതുകൊണ്ട് നല്ല വലുപ്പമായിട്ട് വരുന്നുണ്ട്. ഇത് വേറൊരു നല്ല വലുപ്പമായിട്ടുള്ള അടീനിയാണ്. കണ്ടില്ല, നമ്മൾ നോർമലി ഓർക്കിഡാണിത്. പക്ഷേ ഇതൊരു ചെമ്പരത്തിയും എല്ലാമായിട്ട് അത്യാവശ്യം ചെമ്പരത്തികളും ഉണ്ട് കേട്ടോ ഇവിടെ. അതിലൊന്നും ഫ്ലവർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാത്തത്. മുമ്പ് ഈ തെച്ചി നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, നിറയെ മുട്ടുകളുണ്ടായിട്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു ഹാങ്ങിങ് ചെയ്യണതാണ്. അതിൻ്റെ ഒരു സ്റ്റാൻഡിലാണ് വലിയ സെറ്റാക്കി വെച്ചിരിക്കണത് കേട്ടോ. ബൊഗൈൻവില്ലകളൊക്കെ ഉണ്ടില്ല, ഇതൊരു തെങ്ങിൻ്റെ ഒരു ചുവടാണ്. പക്ഷേ ഇതുവരെയൊക്കെ പുല്ല് വെച്ചാൽ അങ്ങ് സെറ്റാക്കി വിട്ടിട്ടുണ്ട്. എല്ലാം നമ്മൾ നോക്കണോട്ടോ അതിൻ്റെ ഭംഗി തന്നെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.